ചില വിഷയങ്ങൾ വരുമ്പോൾ ചില ആളുകൾ ചോദിക്കുന്നു, അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് ആയാൽ എന്താ, അതല്ലെങ്കിൽ ജോ ബൈഡൻ ആയാൽ എന്താ, നിങ്ങൾക്കെന്താ കാര്യം, നിങ്ങളെന്തിനാ ഇതിനു വേണ്ടി സംസാരിക്കുന്നത് എന്ന് ചോദിക്കുന്നവരുണ്ട്. അവരോട് സ്നേഹബുദ്ധിയ ഓർമ്മപ്പെടുത്താനുള്ളത്, വ്യക്തിപരമായ ഒരു സ്നേഹമോ ഒരു വൈരാഗ്യമോ ആരോടുമില്ല. മറിച്ച് 1800 പണി കഴിയിപ്പിച്ച് 55,000 സ്ക്വയർ ഫീറ്റിൽ ശീതീകരിച്ച 6 നിലകളിലായി നിൽക്കുന്ന 132 റൂമുകളും 35 ബാത്റൂമുകളുമുള്ള അതിവിശാലമായ വൈറ്റ് ഹൗസ്, അൽ ബൈത്തുൽ അബിയൽ, അമേരിക്കയിലെ വൈറ്റ് ഹൗസിന്റെ പടിയിറങ്ങുകയാണ് ഡൊണാൾഡ് ട്രംപ്. അവറുകൾ പടിയിറങ്ങുകയാണ് ജോർജിയൻ കുന്നുകളുടെ ഇടയിൽ. അമേരിക്കയിലെ ജോർജിയൻ കുന്നുകളുടെ ഇടയിൽ കറുത്തവനും വെളുത്തവനും തമ്മിൽ ഒത്തൊരുമിച്ചു നിൽക്കണമെന്ന് അവസാനത്തെ പ്രസംഗം നടത്തിയ അമേരിക്കയുടെ പ്രസിഡന്റായിരുന്ന കറുത്ത വർഗക്കാരന്റെ പീഡിത ഹൃദയത്തിൽ വിമോചനത്തിന്റെ സ്വപ്നമായി വിരിഞ്ഞു നിന്ന മാർട്ടിൻ ലൂതർ കിങ്ങിനെ തോമസ് ആൽഡ്രെ വെടിവെച്ചു കൊന്നപ്പോ ആഗ്രഹം അവിടെ അവസാനിച്ചു. പക്ഷേ ഇതാ പുതിയ പ്രസിഡന്റ് വരുന്നു, ബൈഡൻ വരുന്നു. ബൈഡൻ പറയുന്നു, കറുത്തവനും വെളുത്തവനും തമ്മിൽ യോജിപ്പിക്കാനുള്ള ശ്രമമാണ്, മനുഷ്യരെല്ലാവരെയും ഒരുപോലെ കാണാനാണ് എനിക്കിഷ്ടം. ഇവിടെ മുസ്ലിങ്ങളായ നമുക്കൊരു കാര്യം പറയാനുണ്ട്, ഇത് റബീഉൽ അവ്വലാണ്. ഓ മനുഷ്യരെ, നിങ്ങളെല്ലാവരും ഒരു അപ്പന്റെയും അമ്മയുടെയും മകനാണ്, ഒരച്ഛന്റെയും അമ്മയുടെയും മക്കളാണ്. വിശുദ്ധ ഖുർആനിലെ 49-ാമത്തെ വചനത്തിലെ 49-ാം അധ്യായത്തിലെ 13-ാമത്തെ വചനം, യാ അയ്യുഹന്നാസ് ഇന്നാ ഖലഖനാകും മിൻ ദക്കരിൻ വ ഉൻസാ, അത് പ്രായോഗികവൽക്കരിക്കാൻ ഞാൻ തയ്യാറാണ് എന്ന് ബഹുമാന്യനായ ബൈഡൻ കനത്ത ശക്തിയിൽ പ്രതികരിച്ചിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ രണ്ടാമതായി നമുക്ക് പറയാനുള്ള ഒരു കാര്യമുണ്ട്. അമേരിക്കൻ പ്രസിഡന്റായിരുന്ന ട്രംപ് 6 രാജ്യത്തിലുള്ള മുസ്ലിങ്ങൾക്ക് അമേരിക്കയിലേക്ക് പ്രവേശനമില്ല എന്ന് പറഞ്ഞു. സിറിയയുണ്ട്, ഇറാനുണ്ട്, നൈജീരിയയുണ്ട്, അങ്ങനെ 6 രാജ്യങ്ങൾ. ഞാൻ ഭരണത്തിൽ വന്നാൽ ആ മുസ്ലിം രാജ്യങ്ങളിലുള്ള പൗരന്മാർക്ക് ട്രംപ് ഏർപ്പെടുത്തിയ ആ വിലക്ക് ഞാൻ നീക്കുമെന്നാണ് അദ്ദേഹം പരസ്യമായി പ്രഖ്യാപിച്ചിരിക്കുന്നത്. 3, ബൈഡൻ പറഞ്ഞു, മുസ്ലിം പ്രദേശങ്ങളിൽ നിന്ന് കുടിയേറി വരുന്ന ജനവിഭാഗത്തിന് മുസ്ലിങ്ങളായതിന്റെ പേരിൽ ഒരിക്കലും അനുവാദം കൊടുക്കില്ല എന്ന് ട്രംപ് പറഞ്ഞെങ്കിൽ, എന്റെ രാജ്യം ഞാൻ ഭരിക്കുകയാണെങ്കിൽ ആ മുസ്ലിങ്ങൾക്ക് കുടിയേറി വരുന്നവർക്ക് ജീവിക്കാനുള്ള പരമമായ അവകാശം നൽകുമെന്ന് പറഞ്ഞത്. അതോടൊപ്പം തന്നെ അദ്ദേഹം പറഞ്ഞു, ഇന്ത്യ എന്ന മഹാരാജ്യത്തിൽ CAA കൊണ്ടുവന്നു, NRC കൊണ്ടുവന്നു. അസാമിലെ ജനവിഭാഗത്തിന്റെ ജീവിക്കാനുള്ള പരമമായ അവകാശത്തെ ചോദ്യം ചെയ്യപ്പെട്ടപ്പോ അമേരിക്കയിൽ നിന്നുകൊണ്ട് ബൈഡൻ പറഞ്ഞു, ആ തീരുമാനങ്ങളെ പുനഃപരിശോധിക്കണം, ഞാനതിൽ ഖേദിക്കുന്നു. 1% ഇന്ത്യക്ക് പുറത്തേക്ക് പോയി കാൽത്തുടങ്കിൽ അടക്കുമെന്ന ഗതികേട് വന്നപ്പോ അതിനെതിരെ പ്രതികരിച്ചു ബൈഡൻ. കഴിഞ്ഞില്ല. അതല്ലാത്ത ഇന്ത്യ രാജ്യത്ത് താമസിക്കുന്ന മുസ്ലിം ഉൾപ്പെടെയുള്ള ആളുകൾക്ക് കൃത്യമായ NRC കൊണ്ടുവന്നപ്പോഴും ഇന്ത്യ രാജ്യത്തോട് പറഞ്ഞു, പാരമ്പര്യമായി കാലാകാലമായി ഇന്ത്യ രാജ്യത്ത് നിലനിൽക്കുന്ന ഒരു നല്ല നിയമത്തെയാണ് നിങ്ങൾ തകർത്ത് കളഞ്ഞത്, യോജിക്കാൻ പറ്റില്ല എന്ന് പ്രഖ്യാപിച്ചു ബൈഡൻ. കഴിഞ്ഞില്ല. കാശ്മീർ വിഷയത്തിൽ ഇടപെട്ടു. അവിടെ തുറങ്കിലടക്കപ്പെട്ടവർ, ഇന്റർനെറ്റ് വിച്ഛേദിക്കപ്പെട്ടവര് ഒരു കാരണവശാലും അത് അംഗീകരിക്കാൻ പറ്റില്ല. ഇന്ത്യ ഗവൺമെന്റ് അത് പുനഃപരിശോധിക്കേണ്ടതുണ്ട്. അവരുടെ മൗലികമായ അവകാശത്തെയാണ് തകർത്ത് കളഞ്ഞത് എന്ന് അമേരിക്കയിൽ നിന്നുകൊണ്ട് ബൈഡൻ പറഞ്ഞു. അതുകൊണ്ടാണ് സന്തോഷം. അങ്ങനെ എത്ര കാര്യങ്ങൾ. ഉയ്ഗൂർ മുസ്ലിമീങ്ങള്, ചൈനയുടെ ഒരു ഭാഗത്ത് താമസിക്കുന്ന ലക്ഷക്കണക്കിന് മുസ്ലിമീങ്ങളെ ചൈന ഗവൺമെന്റ് പീഡിപ്പിച്ചപ്പോ അതിനെതിരെ പ്രതികരിച്ചു പ്രിയപ്പെട്ട ഇനി വരാൻ പോകുന്ന ബൈഡൻ എന്ന പ്രസിഡന്റ്. അതോടൊപ്പം തന്നെ മ്യാൻമാറിൽ നിന്ന് രോഹിംഗ്യൻ മുസ്ലിമീങ്ങളെ കുടിയിറക്കപ്പെട്ടപ്പോ, നിർദാക്ഷിണ്യം കൊന്നൊടുക്കപ്പെട്ടപ്പോ അതിനെതിരെ പ്രതികരിച്ചു ബൈഡൻ. ഇറാൻ ഇറാഖ് യുദ്ധം അമേരിക്കയിൽ നടക്കുന്ന കാലത്ത് തുച്ഛമായ ആളുകൾ മാത്രമാണ് അമേരിക്ക ചെയ്യുന്നത് തെറ്റാണ് എന്ന് പറഞ്ഞവർ. പക്ഷേ ആ തുച്ഛം ആളുകളുടെ തലപ്പത്ത് നിന്ന് ഇറാഖിനെ ഉപദ്രവിക്കുന്നത് വെറുതെയാണ്, അത് ചെയ്യരുത് എന്ന് പറഞ്ഞ് നേതാക്കളിൽ പ്രശസ്തനാണ് ബൈഡൻ. പിന്നീട് നമുക്ക് മനസ്സിലായിട്ടുണ്ട് അവിടെ രാസായുധവും ഇല്ല, ഒരായുധവും ഇല്ല എന്ന് ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ തന്നെ പറഞ്ഞിട്ടുണ്ട്. അത് മറ്റൊരു ഭാഗം. ഇങ്ങനെ
ഇപ്പതാ അടുത്ത് ഇതൊക്കെ ഞാൻ ഈ പറഞ്ഞതിൽ ബഹുഭൂരിപക്ഷവും അദ്ദേഹത്തിന്റെ പ്രകടന പത്രികയിൽ എഴുതി വെച്ചതാ. കൃത്യമായി വീണ്ടും അദ്ദേഹം പറഞ്ഞു, ഇസ്ലാമിനെ പഠിപ്പിക്കാൻ പാടില്ല അമേരിക്കൻ സ്കൂളുകളിൽ. ബൈഡൻ പറഞ്ഞു, നമ്മൾ ടി-വിയിൽ കണ്ടു, അദ്ദേഹത്തിന്റെ ആ വീഡിയോ ക്ലിപ്പ് വൈറലായിട്ടുണ്ട്. മുസ്ലിം സമൂഹം അല്ല, മുഹമ്മദുർ റസൂലുള്ളാഹി പേരെടുത്തു പറഞ്ഞു. മുഹമ്മദുർ റസൂലുള്ളാഹി എന്ന ആ പ്രവാചകന്റെ ആ സന്ദേശങ്ങളാണ് ലോകം ഉൾക്കൊള്ളേണ്ടത് എന്ന് പറയുമ്പോ നരേന്ദ്രമോദിക്കും കൂട്ടാളികൾക്കും അത് സഹിക്കുമോ? അവർ കൂട്ടക്കരച്ചിലാണ്, സങ്കട കണ്ണീരാണ്. അവരുദ്ദേശിച്ചു ഒരു കാര്യം, ഞങ്ങൾ ഈ നടത്തുന്ന മുസ്ലിം വിരോധം മുഴുവനും അമേരിക്കൻ പോലീസ് എന്ന നിലയിൽ അമേരിക്കൻ പ്രസിഡന്റ് സപ്പോർട്ട് ചെയ്യും ട്രംപാണ് നിൽക്കുന്നതെങ്കിൽ. അതുകൊണ്ട് ആ ട്രംപിന് വേണ്ടി പ്രാർത്ഥന നടത്തിയതും ട്രംപിന് വേണ്ടി മറ്റെല്ലാ പ്രചരണങ്ങളും നടത്തിയതും അതില്ലാതെ വന്നപ്പോ ഇനി എന്തായാലും അങ്ങനെ ഒരു സമീപനം ഈ ഭാഗത്ത് നിന്ന്, ബൈഡന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാവില്ല എന്ന് മനസ്സിലാക്കിയപ്പോ സങ്കടത്തിന്റെ കണ്ണീരിലാണ് ഇന്ത്യ ഭരിക്കുന്ന ആളുകൾ. ഏതായാലും ഇരിക്കട്ടെ, മുഹമ്മദുർ റസൂലുള്ളാഹിയെ വാഴ്ത്തി പറയുകയും അമേരിക്കൻ സ്കൂളുകളിൽ ഇസ്ലാമിനെ പഠിപ്പിക്കാൻ തയ്യാറാണ് എന്ന് പറയുകയും ഞാൻ മുന്നോട്ട് വെക്കുന്ന ആദർശങ്ങൾ മുസ്ലിങ്ങളെ നിങ്ങളെല്ലാവരും ഒന്നിച്ചു നിന്നുകൊണ്ട് നമുക്ക് ഈ രാജ്യത്തെ മുന്നോട്ട് നയിക്കണമെന്ന് പ്രഖ്യാപിക്കുകയും ബൈഡനും ട്രംപും തമ്മിലുള്ള ഒരു അഭിമുഖത്തിൽ സംസാരമധ്യേ ബൈഡൻ ഇൻഷാ അല്ലാഹ് എന്ന് പറഞ്ഞത് ലോകം മുഴുവൻ അത് പ്രചരിപ്പിക്കുകയൊക്കെ ചെയ്തപ്പോ പലർക്കും ഇവിടെ വിഷമങ്ങളുണ്ട്. എന്തായാലും നല്ല ഒരു സൂര്യോദയം, നല്ല ഒരു പൊൻപുലരി, വർഗീയതയില്ലാത്ത, വംശീയതയില്ലാത്ത, അതോടൊപ്പം തന്നെ ഭീകരതയില്ലാത്ത, മനുഷ്യരെ എല്ലാവരെയും ഒന്നുപോലെ കാണുന്ന, എല്ലാവർക്കും ജീവിക്കാൻ അനുവാദം കൊടുക്കുന്ന സമാധാനപൂർണമായ ഒരു അമേരിക്കൻ ജനതയ്ക്കും ഒരു ഭരണത്തിനും ഒരു ലോകനീതി നടപ്പാക്കാനും ജോ ബൈഡന് കഴിയട്ടെ. ആ ഒരു ശ്രമം തീർച്ചയായും ഉണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് നമ്മളെല്ലാവരും സന്തോഷിക്കുന്നത് എന്ന് മാത്രം ഓർമ്മപ്പെടുത്തി തൽക്കാലം അവസാനിപ്പിക്കുന്നു.